പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 19 ഫെബ്രുവരി 2026, ഈ മാസത്തെ 19ാമത്തെ ദിവസം, ഈ വർഷത്തെ 50ാമത്തെ ദിവസം, വലിയ നോയമ്പിൻ്റെ 4ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: സ്നേഹത്തിൻ്റെ തുവാല ആർക്കാണ് ലഭിക്കുന്നത്? സ്നേഹത്തിൻ്റെ തുവാല ആർക്കാണ് ലഭിക്കുന്നത്? അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വേദഭാഗം ആണ്. അതിൽ നാം നോക്കുമ്പോൾ അതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്, യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകൽ ശുശ്രൂഷ നാടകീയമായി ദൃശ്യാവിഷ്കരിക്കുന്നു. ഇത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃകയാണ്. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ലോകത്തിന് പുതിയ സുവിശേഷം പകർന്നു. പീഡാനുഭവത്തിനും ക്രൂശ് മരണത്തിനും ഒരുങ്ങിയപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. വലിയവൻ ആര് എന്നതിന് യേശു നൽകിയ മാതൃകയാണ് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയത് വഴി ഒരു സംഘാത നേതൃത്വം യേശു ലോകത്തിന് വെളിപ്പെടുത്തി. ഇന്ന് ഇത്തരം സംഘാതമായ നേതൃത്വമില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് സമൂഹം വിഘടിതമാകുന്നു. അധികാരത്തിൻ്റെയും ഒന്നാമൻ ആകുന്നതിനെയും പിന്നെ ഫസ്റ്റായി തീരണം എന്നുള്ളതിനും ബെസ്റ്റായി തീരണം എന്നുള്ള മുദ്രാവാക്യം കൊണ്ടാണ് ഓരോ വ്യക്തിയും ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. എല്ലാ കാര്യത്തിലും സ്മാർട്ടായി തീരുക എന്നതാണ് ഇന്നത്തെ ടെക്നോളജിയും മാനേജ്മെൻറ്റും നൽകുന്ന സന്ദേശം. ഇതിനായി എന്തും ചെയ്യാം, ആരെയും പുറത്താക്കാം, എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും അധികാരികളാണ്, എല്ലാവരും വലിയവരാണ്. ഇങ്ങനെ ഉള്ള ഈ ചിന്താഗതി കാരണം മനുഷ്യത്വം ഇല്ലാതെയായി, സ്നേഹം ഇല്ലാതെയായി. ആ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചതായ ആ സ്നേഹത്തിൻ്റെ ആ ഒരു മൂല്യം, ആ സ്നേഹത്തിൻ്റെ തുവാല നമുക്ക് ഇന്ന് ലഭിക്കത്തക്കവണ്ണം നമ്മൾ യോഗ്യരാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മെപ്പോലെ അവരെ കാണുമ്പോഴുമാണ് നമുക്കതൊക്കെയും സാധിക്കുന്നത്. യേശു ക്രിസ്തു സ്വയം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ നിന്റെ അയൽക്കാരനെ, നിന്റെ സ്നേഹിതനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. നാം മറ്റുള്ളവരെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വെച്ച് തട്ടിച്ചു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആരെയും പുറകിലാക്കി മുമ്പോട്ട് പോകാൻ തോന്നുകയില്ല. അവരും ഹിന്ദിയിൽ ഒരു പഴമൊഴിയുണ്ട്, ജിയോ ഓർ ജീനതോ എന്ന്. അതായത് സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തു ആ മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നത്. അതായത് ജിയോ ഓർ ജീനതോ. നമുക്ക് അങ്ങനെ ഒരു കാര്യം സാധിച്ചെടുക്കുവാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമോ? നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ വലിയ നോമ്പിൻ്റെ 4ാമത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് വരെ ചെയ്തതായ തെറ്റുകളെയൊക്കെയും മറന്നുകൊണ്ട് ഇനി മേലാൽ ഞാനത് ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് നമുക്ക് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരും. അത് നമ്മളെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്യും. നാം സ്വർഗത്തിൽ ഒരു അവകാശിയായി തീരും എന്നതിന് 2 അഭിപ്രായം ഉണ്ടാകുകയില്ല. ആയതിനാൽ ആ സ്നേഹത്തിൻ്റെ തുവാല കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുവാനായി തയ്യാറാകണം. അവൻ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുപോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവരുടെ വിഷമസ്ഥിതി മനസ്സിലാക്കി അവരെ നമ്മൾ സഹായിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ എന്ന് നാം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അധികാരസ്ഥാനം കീഴടക്കണമെന്ന അഭിവാഞ്ചയാണ് ലോകരിൽ കാണുന്നത്. ഇത് സഭകളിലും സമൂഹത്തിലും വളരെ പ്രകടമാണ്. എന്നാൽ കാൽ കഴുകുന്നതാണ് യേശുവിൻ്റെ സമീപനം. മുഖ്യധാരയ്ക്ക് പുറത്തു പോകുന്നവരെ തേടിയുള്ള അന്വേഷണമാണ് യേശുവിൻ്റേത്. കീഴാളാർ യേശുവിൻ്റെ ശുശ്രൂഷയിൽ സജീവമായി പങ്കുചേരുന്നു. സ്ത്രീകൾ, കുട്ടികൾ, മീൻപിടുത്തക്കാർ, രോഗികൾ, ചുങ്കക്കാർ, വിധവമാർ തുടങ്ങി യഹൂദ സമൂഹം പാപികൾ എന്ന് മുദ്ര കുത്തിയ
ജനത മുഴുവനും യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഇടം നേടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ശുശ്രൂഷയാണിത്. എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വിശാലമായ കടപ്പാടാണ് അത്. ആ കടപ്പാട് ആ ഒരു കാഴ്ചപ്പാടായി നമ്മൾ ഓരോരുത്തരും കാണുന്നെങ്കിൽ അത് നമുക്ക് ദൈവാനുഗ്രഹമായി മാറും. ആതിഥേയത്വത്തിൻ്റെ ദർശനമാണത്. ഇവിടെ ആര് വലിയവൻ എന്ന ചോദ്യമില്ല. ആരെയും തമസ്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അന്തസ്സും അഭിമാനവും ഉൾക്കൊള്ളുന്ന ദർശനം ഇന്ന് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പുത്തൻ ആതിഥേയത്വ ദർശനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പരസ്പര ശുശ്രൂഷയുടെ പുത്തൻ മുഖം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കാലുകൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്, ആത്മപരിത്യാഗത്തിൻ്റെ ഭാവം, കാലുകളെ കഴുകുന്ന ആത്മാഭിമാനത്തിൻ്റെ ഭാവം, ത്യജിക്കപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന, കീഴാളരെ സ്നേഹിക്കുന്ന, സ്പർശിക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ ഭാവം നമ്മളിൽ വളരണം. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ നോമ്പിൽ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യുദ്ധവും ഭീകരതയും മതവിദ്വേഷവും ശക്തിപ്പെടുന്ന പശ്ചാത്തലത്തിൽ ആതിഥേയത്വത്തിൻ്റെ വേദശാസ്ത്രം വളർത്തിയെടുക്കണം. അത് ആത്മപരിത്യാഗത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ഒരു ശുശ്രൂഷയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു സ്നേഹവും ശുശ്രൂഷയും സമന്വയിപ്പിച്ച് പരിത്യാഗത്തിൻ്റെ തൂവാലയെടുത്തപ്പോൾ ലഭ്യമായത് കുരിശും കിരീടവും സ്വീകരിക്കുവാനുള്ള ശക്തിയാണ്. വിശുദ്ധിയിലും ദൈവകൃപയിലും നിറയുമ്പോൾ മാത്രമേ സ്നേഹത്തിൻ്റെ തൂവാല എടുക്കുവാൻ കഴിയൂ. അത് വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെതുമാകണം, അനുതാപത്തിൻ്റെയും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെ സ്നേഹത്തിൻ്റെ തൂവാല എടുത്ത് മറ്റുള്ളവർ കൂടി കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹത്തിൻ്റെ തൂവാല ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം ഈ നോമ്പിൽ ഓർത്തുകൊണ്ട് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും ഒരു ദൈവ പൈതലായി അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ നോമ്പ് കാലം നമ്മൾ മൗനം പാലിച്ചുകൊണ്ട് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഒരു കാരണവശാലും അനുഗ്രഹിക്കാതിരിക്കില്ല എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.